എൽബീസ് കോളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ സാലഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ചെറുപയർ, അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ചെറുപയർ പരിപ്പ്, കുക്കുംബർ, ലെമൺ, കൊത്തമല്ലി ഇല, പിന്നെ ഉപ്പ്, ഗ്രീൻ ചില്ലി, ഇതൊക്കെയാണ് വേണ്ടത്. വളരെ പെട്ടെന്നുണ്ടാക്കാം, വളരെ ടേസ്റ്റിയാണ്, പ്രത്യേകിച്ച് ചൂടുകാലത്ത് നല്ലതാണ്. അതായത് ഈ ചെറുപയർ പരിപ്പ് നമുക്ക് ഒരു 20 to 25 മിനിറ്റ്സ് നമുക്ക് സോക്ക് ചെയ്യാം. അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് നല്ലപോലെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നു. അത് സോക്ക് ചെയ്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്ത് 20 to 25 മിനിറ്റ്സ് സോക്ക് ചെയ്ത് ചെറുപയർ പരിപ്പാണ് അത്. ചെറുപയർ പരിപ്പ്, അതായത് ഇത് കുക്കുംബർ ഇട്ട് നമുക്ക് എത്ര വേണോ അത്ര, ഒരു 3-4 സ്പൂൺ ചെറുപരിപ്പായാലും മതി, 4 ടേബിൾ സ്പൂൺ മതി. കുക്കുംബറും ഹാഫായിട്ട് മതി. പിന്നെ മല്ലിയില നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് മല്ലിയില വേണം. അതായത് ഗ്രീൻ ചില്ലി, അത് ഓരോരോ ടേസ്റ്റ് അനുസരിച്ച്, എരിവ് അനുസരിച്ച്, എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവ് കൂടുതലിടാം, ഇല്ലാത്തവർക്ക് കുറച്ചിടാം. പിന്നെ ശകലം ഉപ്പ്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്. എല്ലാം കൂടെ നല്ല, അത് ഹെവിയാണ്, കുറച്ച് കൂടുതൽ തിന്നാലും നല്ല ഹെവി ആയിരിക്കും. അതിൽ സമ്മറിൽ പ്രത്യേകിച്ച് നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതുണ്ടാക്കണം, വേഗത്തിലുണ്ടാക്കാം. ആരെങ്കിലും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പം വേഗം ഒരു സാലഡ് വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ടൊരു സാലഡ് ഉണ്ടാക്കാം. ഇതാണ് അതിൻ്റെ വേഗത്തിലുണ്ടാക്കാവുന്ന ഒരു സാലഡാണ്. അത് 25 മിനിറ്റ് അത് സോക്ക് ചെയ്യാനുള്ള സമയം മാത്രം മതി, ഇല്ലെങ്കിൽ അത്ര ഒന്നുമില്ല. അത് ഇതാണ് അതിൻ്റെ സാലഡ്. കുറച്ച് നല്ല ക്രിസ്പി ആയിരിക്കും, കഴിക്കാനും ടേസ്റ്റാണ് അത്. പിന്നെ അതിനകത്ത് കുറച്ച് കോക്കനട്ട്, ഒരു 2 സ്പൂൺ കോക്കനട്ടും കൂടി ഇടാം. ഫ്രഷ് കോക്കനട്ട് ആണെങ്കിൽ നല്ല ഇതാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് 2 സ്പൂൺ മതി. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ടേസ്റ്റാണ്. ഉപ്പ് കുറച്ച് ഒരു ശകലം ഉപ്പ് കൂടെ വേണം. കറക്റ്റാണ്, നല്ലതാണ്, വളരെ വേഗത്തിലുണ്ടാക്കാം, വളരെ ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് സമ്മറിൽ ഇതുണ്ടാക്കണം, വേഗത്തിലുണ്ടാകുന്നു. ഗസ്റ്റ് വരുമ്പോഴും വേഗത്തിലുണ്ടാകും, സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.